ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ നമ്മൾ ഈ ചുരിദാറിന്റെ സ്ലിറ്റ് തയ്ച്ചെടുക്കുക എന്ന് പറയുന്നത് അത് സംടൈംസ് ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം അതൊന്ന് കറക്റ്റായി കിട്ടുക എന്ന് പറയുന്നത് കുറച്ചൊരു കഷ്ടപ്പാട് തന്നെയാണ്. ബൈ ചാൻസിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ റെഡി ആവണമല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചുരിദാറിന്റെ സ്ലിറ്റ് തയ്ച്ചെടുക്കുക എന്നുണ്ട്. അപ്പോൾ ഒരു 3 വേ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പീസിലാണ് ഞാൻ 3 വേയും കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് 1 ഇഞ്ച് മാത്രം മതി കേട്ടോ. എക്സ്ട്രാ ക്ലോത്ത് അതായത് സ്ലിറ്റിന് വേണ്ടിയിട്ട് മടക്കിയെടുക്കാൻ. ഈ ഒരു ഇഞ്ച് പറയുന്നത് സ്റ്റാൻഡേർഡ് അളവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് സ്ലിറ്റിന് കാണാൻ ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചൊക്കെ എടുക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ കറക്റ്റ് 1 ഇഞ്ച് തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ എത്രയാണോ എടുത്തത് ആ ഒരു സെയിം അളവ് തന്നെ ആയിരിക്കണം ഫുൾ സൈഡിലും വരുന്നത്. പിന്നെ നമ്മൾ ഷേപ്പ് ആക്കി എണ്ടാക്കി വെച്ച ആ ഒരു ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ആ ഒരു ഷേപ്പ് ചെയ്ത ആ ഒരു കറക്റ്റ് ഭാഗത്തേക്കൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് 1/2 ഇഞ്ചായിരിക്കും കിട്ടുക കേട്ടോ. പിന്നെ ഒന്നും കൂടെ മടക്കിയെടുക്കുക. അവിടെ നമുക്ക് 1/2 ഇഞ്ചായിരിക്കും കിട്ടുക. അങ്ങനെ ടോട്ടൽ 1 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കാം. ഇനി ഈ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിറ്റിന്റെ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്നല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, കുറച്ച് മുകളിൽ നിന്നായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ലിറ്റിന്റെ കുറച്ച് മുകൾ ഭാഗത്താക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മടക്കി ശേഷം 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ക്ലോത്ത് മടക്കി വെച്ചില്ല, ആ ഒരു ക്ലോത്തിന്റെ വക്കിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കണേ. അങ്ങനെ വക്കിൽ കൂടെ സ്റ്റിച്ച് വരുമ്പോഴാണ് നമ്മുടെ സ്ലിറ്റ് കാണാൻ ഒന്നും കൂടെ ഭംഗി. ഇനി താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിനനുസരിച്ച് 1/2 ഇഞ്ച് അതിനുശേഷം കൂടെ 1/2 ഇഞ്ച് അങ്ങനെ കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റ് തയ്ക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോട്ടൺ തുണിയിൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. അതാകുമ്പോൾ നമുക്ക് മടക്കാനും തിരിക്കാനും ഒടിക്കാനൊക്കെ പെട്ടെന്ന് കയ്യിൽ ഒതുങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനൊക്കെ കണ്ടില്ല, സ്റ്റാർട്ടിംഗ് ഒക്കെ കറക്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗമാണ് ചെയ്യാനുള്ളത്. ഈ ഒരു ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓൾറെഡി നമ്മളിത് മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഒരു പീസ് ഒന്നുള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഒരു കെട്ടിട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കെട്ടിട്ട ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ശേഷം ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടോ, ഈ ഒരു ഭാഗവും കറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തത് ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുക്കുക കേട്ടോ. ഒന്ന് ചുരിദാർ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊക്കെ ചെറിയ പ്രയാസമൊക്കെ തോന്നും. പക്ഷേ നമ്മളത് കറക്റ്റ് ആക്കി പിടിച്ച് കഴിയുമ്പോൾ ആ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ആ പ്രയാസമൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇവിടെ നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തിയെടുത്തില്ല ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് സൂചി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സൂചി ഒന്ന് ജസ്റ്റ് ഇവിടെ കുത്തി വെച്ച് കൊടുക്കുക. ശേഷം ഇതൊന്ന് വലിച്ച് പിടിക്കട്ടെ. വലിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഈ ഒരു പോയിന്റ് നമ്മൾ സൂചി നിർത്തി കെട്ടിട്ട് കൊടുത്തല്ല ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ആ കെട്ടിട്ട ഭാഗത്തേക്ക് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നേരെ പിടിച്ചതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒന്ന് തിരിക്കട്ടോ. ഇനിയാണ് കേട്ടോ നമ്മൾ ബാക്കി വരുന്ന പോർഷൻ കറക്റ്റിലൊന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഒന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പോർഷനൊക്കെ കറക്റ്റിൽ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ഒരേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഈസിയാണ്. ഈ ഒരു മെത്തേഡാണ് അധികം പേര് യൂസ് ചെയ്യൽ കേട്ടോ, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ ഷേപ്പ് ആക്കി കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് വരെ താഴേക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് അളവിൽ താഴെ വരെ, അതായത് നമ്മുടെ ഷേപ്പ് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം തൊട്ട് താഴേക്ക് വരെ ഒന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച്, അത് ആ എൻഡ് വരെ 1 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. അതായത് ഈ ഒരു ഗ്യാപ്പ് 1 ഇഞ്ച് തന്നെ ആയിരിക്കണം. ഇപ്പോൾ 3/4 ആ ഒരു 3/4 ഇഞ്ചിൽ തന്നെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതാ മുകളിൽ തൊട്ട് താഴെ വരെ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്താണ് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഷേപ്പാക്കി നിർത്തിയത് ആ ഒരു ഭാഗത്ത് നിന്നതാ നമുക്കിതാ ഇതുപോലെ ആയിരിക്കട്ടെ കിട്ടുക. അതായത് 2 സ്ലിറ്റും കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ഒന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ, ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തെ ക്ലോത്തിൽ തട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്കിതാ ഇങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ നിവർത്തി വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അതിനുവേണ്ടി മെഷീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ഷേപ്പാക്കി വെച്ചല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗവും ഇതിൻ്റെ ഈ ഒരു ഭാഗവും ഒന്ന് മടക്കിയിട്ട് 2 ഭാഗവും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് അതൊന്ന് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്ട്രൈറ്റിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മടക്കി വെച്ചതിൻ്റെ ആ എഡ്ജിലെത്തുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് ഇനി താഴേക്ക് നമ്മൾ മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇതുപോലെ നമുക്ക് ഇത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ട്ടോ. ഇതിൻ്റെ അടിവശം എത്തുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ദാ ഈ ഒരു ക്ലോത്ത് നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതുപോലെ തന്നെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് ദാ ഇവിടെ എത്തിയിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് ദാ ഇത് ഫുള്ളായിട്ടൊന്ന് സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ആർക്ക് വേണമെങ്കിലും സ്ലിറ്റ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. 2 പീസും ഒന്ന് കൂട്ടി അടിച്ചിട്ട് ശേഷം ദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് സൂചി കൊണ്ടുപോയി കുത്തി കൊടുക്കുക വേണം. സൂചി ഞാൻ കറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പോയിന്റിൽ കുത്തി കൊടുത്തതിന് ശേഷം ഒരു 4 കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേർതിരിച്ചെടുക്കേണ്ടത്. കാരണം നമ്മൾ ആ ഒരു ഭാഗം 2 പീസും കൂടെ കൂട്ടി അടിച്ചതാണല്ലോ. അപ്പോൾ ഒന്ന് വേർതിരിച്ചെടുക്കണം ഇത്. ഇനി ഇതാ ഇതുപോലൊരു സീം റിപ്പർ എടുത്തിട്ട് നമ്മൾ കൂട്ടി അടിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ ഇതൊന്ന് സീം റിപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 പീസിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അതായത് നമ്മൾ 3-4 കെട്ടിട്ട് കൊടുത്ത ആ ഒരു ഭാഗം അവിടെ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് 2 പീസായിട്ട് കിട്ടും. ഇനി ഇതാ ഇതിൽ വരുന്ന നൂലുകളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മുകൾ ഭാഗത്തുള്ള ഈ ഒരു പെർഫെക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 മെത്തേഡ് കാണിച്ചില്ലേ, ഇനി നമുക്ക് 3ാമത്തെ മെത്തേഡ് നോക്കാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം പ്രത്യേകിച്ച് അളവും കാര്യങ്ങളില്ലാതെയാണ് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റും ചുരിദാറൊക്കെ അടിക്കണതെങ്കിൽ ഈ ഒരു മെത്തേഡ് ആയിരിക്കട്ടെ ഒന്നുകൂടെ യൂസ്ഫുൾ. കാരണം നമ്മൾ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, എവിടെയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ആ ഒരു ഭാഗത്ത് പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ എൻഡ് ഉണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ ആ ഒരു എൻഡ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റിൽ വലിക്കട്ടോ. അങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം എവിടെയാണോ നമുക്ക് മടക്കി അടിക്കേണ്ടത് ആ ഒരു ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടങ്ങി നിൽക്കും കേട്ടോ. കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് വലിച്ചാൽ മതി. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭാഗം മടങ്ങി നിൽക്കുന്നു. ആ മടങ്ങി നിൽക്കുന്ന ഭാഗം ഇവിടെ എവിടെയാണോ വരുന്നത് നോക്കാട്ടോ. ആ ഒരു പോർഷൻ ഇതങ്ങനെ വലിയുന്ന സമയത്ത് എവിടെയാണ് ഇതിൻ്റെ അറ്റത്ത് എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി പിടിക്കട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് അപ്പോൾ മടങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഈ ഇതൊന്ന് നിവർത്തിയതിന് ശേഷം കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കട്ടെ. ഈ ഒരു മെത്തേഡ് നമ്മൾ അടിഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇതുപോലെ അങ്ങ് വലിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനും അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ആ ഒരു ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ഞാൻ വലിച്ചു പിടിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മടങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എവിടെയാണ് മടങ്ങിയത് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തു. ശേഷം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 1 ഇഞ്ചിലേറൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമല്ലോ. അപ്പോൾ ആ ഒരു നേരത്ത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ കറക്റ്റ് ആയിരിക്കുക. നമുക്കിതാ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ലെവലിൽ നമ്മളത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. ബാക്കി വരുന്ന പോർഷൻ ഇതുപോലെ വലിച്ചു പിടിക്കുമ്പോൾ അത് അവിടെ എങ്ങും ജസ്റ്റ് മടങ്ങി കിട്ടും കേട്ടോ. ആ മടങ്ങി നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്നതാ ഇതുപോലത്തെ പോർഷൻ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. നമ്മുടെ ഷേപ്പ് എന്ത് ചെയ്ത് വെച്ചാൽ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് സ്റ്റിച്ച് നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്കൊന്ന് വലിച്ച് പിടിച്ചു കൊടുക്കട്ടെ. ഈ വലിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഒന്ന് ഷേപ്പായി തന്നെ കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന ഈ പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തിരിച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വലിച്ച് പിടിക്കുമ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഷേപ്പായി നിൽക്കുന്നുണ്ട് അല്ലേ. ഇതൊന്ന് ടൈറ്റിൽ വലിക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അത്രയും സിമ്പിളാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഓപ്പണിംഗ് ഭാഗമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ തേർഡ് മെത്തേഡ് നമ്മൾ വലിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിലാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ ചെയ്തത് കേട്ടോ. 2 മെത്തേഡ് ഇവിടെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ആ നൂല് കട്ട് ചെയ്തിട്ട് ചെയ്തല്ലോ. അപ്പോൾ നൂലൊക്കെ നമ്മൾ ഒഴിവാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി നമ്മൾ 3 മെത്തേഡിലാണ് കേട്ടോ സ്ലിറ്റ് ഇട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ കണ്ടിട്ട് ഏതാ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഇതിൽ ഏതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.